തെക്കൻ ഗസ ഈജിപ്റ്റ് അതിർത്തി ഹമാസ് ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ സംവിധാനം നിലവിൽ വരും വരെ വെടിനിർത്തൽ കരാറിൽ ഒപ്പിടില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. വാക്കാൽ പറഞ്ഞാൽ പോരാ, പ്രാവർത്തികമാക്കണം. അതുവരെ ഇസ്രായേൽ സേന ഗസയിൽ തുടരുമെന്നും അധികൃതർ വ്യക്തമാക്കുന്നു. മധു കൊട്ടാരക്കര വിവരങ്ങളുമായി വീണ്ടും ചേരുന്നു. മധു, ഗുഡ് മോർണിംഗ്. വിശദാംശങ്ങൾ. ഒരു വർഷം അടുക്കാറാകുമ്പോഴും ഗസയിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിച്ച് വെടിനിർത്തൽ കരാറിൽ ഒപ്പിടിപ്പിക്കാമെന്നുള്ള അമേരിക്കയും ഖത്തറും ഒക്കെ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ പ്രതീക്ഷകൾക്കൊക്കെ മങ്ങലേൽപ്പിക്കുന്ന ഒരു പ്രസ്താവനയാണ് ഇന്നലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ജെറുസലേമിൽ നടന്ന മാധ്യമ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഹമാസ് ആയുധക്കടത്തിനായി പ്രധാനമായും ഉപയോഗിക്കുന്നത് ഈജിപ്തിലൂടെ ഈ തെക്കൻ ഗസയിലേക്കൂടെയുള്ള ഒരു ഇടനാഴിയിലൂടെയാണെന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഇത് പൂർണ്ണമായും തടഞ്ഞിരിക്കണം, അതും വാക്കാൽ പറഞ്ഞാൽ പോരാ, എഴുതി തന്നാലും പോരാ, പ്രാവർത്തികമാക്കി കാണിച്ചു തരണമെന്നാണ് നെതന്യാഹു പറയുന്നത്. അതുവരെയും ഗസയിൽ നിന്ന് ഇസ്രായേൽ സേന പിൻവാങ്ങില്ല, യുദ്ധം അവസാനിപ്പിക്കാനുള്ള വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെക്കുകയുമില്ലെന്നാണ് നെതന്യാഹു പറയുന്നത്. യുദ്ധാനന്തരം ഗസയുടെ ഭരണം നടത്തുന്നവർ ആരായാലും ഇത്തരം ഇടനാഴികളിലൂടെ ഹമാസിന് വേണ്ടി ആയുധ കള്ളക്കടത്ത് നടത്തുന്നത് തടയുമെന്നുള്ള ഉറപ്പൊക്കെ ഇസ്രായേലിന് നൽകുവാൻ സാധിക്കുന്നവർ ആയിരിക്കണം ഈ ഭരണതലപ്പത്തേക്ക് വരേണ്ടതെന്നും നെതന്യാഹു പറയുന്നുണ്ട്. ഫിലഡൽഫി കോറിഡോർ എന്ന പേരിൽ അറിയപ്പെടുന്ന തെക്കൻ ഗസയിലെ ഈജിപ്റ്റ് അതിർത്തിയിലെ ഈ ഇടനാഴിയാണ് ഇപ്പോൾ ശരിക്കും ഗസയിലെ വെടിനിർത്തൽ ചർച്ചയിലെ ഒരു വഴിമുടക്കിയായി നിൽക്കുന്നത്. ഒരു വശത്ത് രാജ്യത്തിനുള്ളിൽ വലിയ സമ്മർദ്ദം നെതന്യാഹുവിന്റെ മേലുണ്ട് ഈ ബന്ദികളെ മോചിപ്പിക്കുവാൻ. കരാറിൽ ഒപ്പിട്ട് എത്രയും വേഗം ബന്ദികളെ മോചിപ്പിക്കണമെന്നാണ് പ്രക്ഷോഭകരുടെ പ്രധാന ആവശ്യം. അതുമാത്രമല്ല, നെതന്യാഹുവിന്റെ ടീമിൽ തന്നെ ഫിലഡൽഫിയ കോറിഡോറിന്റെ പേരിൽ ബലം പിടിക്കേണ്ട എന്ന് അഭിപ്രായമുള്ളവരുമുണ്ട്. ആവശ്യമെങ്കിൽ ഭാവിയിൽ ഇസ്രായേലിന് ഈ പ്രദേശത്ത് ഇടപെടാൻ സാധിക്കുമെന്നാണ് അവരുടെ വാദം. മധു കൊട്ടാരക്കരയാണ് അമേരിക്കയിൽ നിന്നും തത്സമയം ചേർന്നത്.